ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഈ റൂം വെക്കേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, വൈ? ഓക്കെ, അപ്പൊ നമ്മളുടെ യാത്ര ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല. നമ്മളപ്പോ കോട്ടയത്താണ് ഇപ്പൊ ഉള്ളത്. അപ്പൊ ഇവിടുന്ന് മിണ്ടല്ലേ, ഞാൻ പറയട്ടെ, ഇവിടുന്ന് നമുക്ക് ചങ്ങനാശ്ശേരിക്ക് വണ്ടി കയറിയിട്ട് വേണം. ജാസ്മിൻ യാത്ര. അപ്പൊ നമ്മളിന്ന് ചങ്ങനാശ്ശേരി പോയിട്ട് മമ്മീനെയും ദിനോമ്മേനെയും യച്ചുവിനെയും എല്ലാരെയും ഒന്ന് കാണണം. മൊത്തം ഒന്ന് റീചെക്ക് ചെയ്തേക്ക് എല്ലായിടത്തും. വെറുതെ കറങ്ങാനല്ല പറഞ്ഞേ, ഇവിടെ ഇവിടെയൊക്കെ നോക്കിയേക്ക്. ആവശ്യമുള്ളത് എന്തെങ്കിലും ഉണ്ടോ? ഇതവിടെ നിന്നിട്ടോ, ആവശ്യമില്ലാത്തൊക്കെ അവിടെ ഇട്ട് പോവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നും ബസ് സ്റ്റാൻഡ് വരെ പോകാനായിട്ട് ഓട്ടോ പിടിച്ചിരിക്കുകയാണ് രാവിലെ തന്നെ. അല്ലെ, നേനുവിന് ഓട്ടോയിൽ കയറുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. എനിക്ക് ഓട്ടോ കയറുന്ന ഭയങ്കര ഇഷ്ടമല്ല. കണ്ടാ ചിരിച്ചു കാണിക്കുന്നുണ്ടാ. നമുക്ക് മൊത്തം ഓട്ടോയിലാക്കിയാലോ യാത്ര? ചങ്ങനാശ്ശേരിക്ക് ഓട്ടോ കിട്ടാലോ? ഞാൻ എൻ്റെ കുട്ടിൻ്റെ ചിരി. രണ്ട് ചങ്ങനാശ്ശേരി 4 ചില്ലറ ഉണ്ടല്ലോ. എത്രയാ? അപ്പൊ നമ്മൾ ഇന്നലത്തെ മണ്ടത്തരം ആവർത്തിച്ചിട്ടില്ല, കറക്റ്റ് പൈസ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നേനുവിന്റെ സ്വന്തം നാട്ടിലെത്തിയിരിക്കുകയാണ്. നേനു, എനിക്ക് ഇവിടെ നീളൊക്കെ അറിയും, വേം പറ. പള്ളിക്കല്ല, പള്ളി പോകാൻ സമയമായിട്ടില്ലല്ലോ. ഇനി എങ്ങനെ പോവാ? എവിടുക്കാ പോണ്ടേ? ഓട്ടോ ഇവിടുന്ന് ആക്ച്വലി എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഞാൻ ഇവിടെ ആദ്യമായിട്ടല്ല വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടുന്ന് എവിടേക്ക് പോകണമെന്നോ ഏത് വഴിക്ക് നീങ്ങണമെന്നോ യാതൊരു വിധത്തിലുള്ള ഐഡിയ ഇല്ല. ഇജ്ജ് പറ, ഞാൻ എവിടുക്ക പോണ്ടേ? എന്റെ ഒപ്പം ഞാൻ വരാം, പക്ഷെ എവിടേക്ക് കൊണ്ടുപോകാന്ന് പറ. ആ, വിശ്വസിച്ചിട്ട് അങ്ങോട്ട് പോവാണ്. ഓട്ടോ പിടിക്കട്ടെ. അങ്ങനെ വീണ്ടും ഓട്ടോയിൽ കയറിയിരിക്കുകയാണ്. ഇത് പിടിച്ചേ, വെയിറ്റ് ഒന്ന് ഇറക്കട്ടെ. അത് ഓണാണേ. വേണ്ടി വരും. ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ചങ്ങനാശ്ശേരിയിലുള്ള വലിയ പള്ളിയിലാണ് എത്തിയിട്ടുള്ളത്. ക്രിസ്ത്യൻ ചർച്ച് ആട്ടോ. അപ്പൊ നേനു, നമ്മൾ എന്തിനാ ഇവിടെ എത്തിയ? മമ്മിയെ കാണാം അല്ലേ? ഓക്കെ. പിന്നെ ദിനോമ്മയും പിള്ളേരും ഒക്കെ ഇവിടെ ഉണ്ട്. അവര് ഇവിടെ വന്നിട്ടുണ്ട്. സോ എല്ലാവർക്കും കൂടെ മമ്മിയെ കാണാം. ഓക്കെ, നടക്ക്. ആരാ വലുതേ? നീ അല്ലേ വലുത്? ഇത് ദിയ. ഇതെന്താ? ഇത് ചെറിയ പള്ളി. അപ്പൊ അതോ? അത് വലിയ പള്ളി. ഇതാണോ വലിയ പള്ളി? ഇവിടെയാണ് കുർബാന നടക്കുന്നത്. ഓഹോ. ഇതിന്റെ ബാക്കിലായിട്ടാണ് സൺഡേ സ്കൂൾ നടക്കുന്നത്. ഇത് നമ്മുടെ ഫിഷർമാൻ ഡിയോൺ. നീനു മമ്മി. അപ്പൊ നമുക്ക് ഇനി ഇവിടുന്ന് ഇറങ്ങിയിട്ട് വേറെ എന്തെങ്കിലും പരിപാടികൾ നോക്കാം. ബാക്കിയുള്ള ടീം വരുന്നുണ്ട്. എൻ്റെ ഒപ്പം ഡിയോൺ ഉണ്ട്. അമ്മയും ദിനോമ്മയൊക്കെ പഠിച്ച സ്കൂൾ ഇത്. അമ്മ കേറുന്നോ? ഫ്രണ്ട്സ്, ഓട്ടോ കയറിയപ്പോഴേക്കും ഞാൻ ഇവിടെ വേർത്ത് കുളിക്കാൻ തുടങ്ങി. പക്ഷെ എന്റെ അടുത്തുള്ള ആളുണ്ടല്ലോ, ഇവൻ ഇട്ടേക്കുന്ന സെറ്റാണ് കണ്ടോ, ഫുൾ കൈ സെറ്റ്. എന്നിട്ട് അവൻ വേർക്കുന്നില്ല. ഞാനിത് ഒലിച്ചോണ്ടിരിക്കുന്നു. ഇവിടുന്ന് എവിടേക്ക് പോകണമെന്നുള്ള വഴി പോലും അറിയത്തില്ല. വീട് എവിടെയാന്ന് പോലും അറിയില്ല നേനുവിന്. എന്നിട്ട് അമ്മയോടും അപ്പയോടും ഇവിടുന്ന് വിളിച്ചു ചോദിക്കുന്നത് എവിടേക്കാ പോണ്ടേ. നൈസ്. അപ്പൊ ഇതാണ് പപ്പാടെ വീട്ടിലേക്കുള്ള വഴി. ആ കാണുന്ന പപ്പാടെ വീട്, റോസ് വീട്. അപ്പൊ നമുക്ക് ഇവരെ ഇവിടെ ആക്കിയിട്ട് നമുക്ക് നേരെ പള്ളിയിൽ പോയി ജുമ്മ കൂടിയിട്ട് വരാം. അപ്പൊ നമ്മൾ പള്ളി കഴിഞ്ഞിട്ട് നേരെ ഭക്ഷണം കഴിക്കാനായിട്ട് ഇറങ്ങിയതാണ്. നല്ല ചൂടെടുക്കുന്നുണ്ട്. അത് കാരണം നേനുവിന്റെ അടുത്തേക്ക് അടുക്കാൻ പറ്റില്ല. നേനു നമ്മൾ ഓടിച്ചു വിടും. ഞാൻ ഫ്രണ്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ നടന്ന് ഒരു ഹോട്ടലിൽ കയറിയേക്കാണ്. ഇതിന്റെ പേരെന്തോ മറീനയോ അങ്ങനെ എന്തോ കയറി വരുമ്പോൾ വായിച്ചിട്ടുണ്ടായിരുന്നു. സോ വലിയ തിരക്കൊന്നുമില്ല. ഇവിടെ എന്താ ഫുഡ് ഉണ്ടാവുമെന്നും അറിയില്ല. സോ നമുക്ക് കഴിച്ചാൽ ബിരിയാണി ഒന്നും എനിക്ക് നമ്മുടെ ഏരിയ വിട്ട് കഴിഞ്ഞാൽ കഴിക്കാനായിട്ട് വലിയ താല്പര്യമില്ല. എന്നാലും നോക്കാം. നാനൂസേ, വിഷമമുണ്ടോ ഇവിടെ അവർ പോകുന്നത്? അയ്യേ, എനിക്ക് ഇത് ഇട്ടിട്ട് ഒരു കംഫർട്ട് കിട്ടുന്നില്ല. ഈ യാത്ര ആയതുകൊണ്ട് അത് ചേഞ്ച് ചെയ്യണം. പോരാത്തതിന് ഭയങ്കരമായിട്ട് വേർത്ത് തൊട്ടി തുടങ്ങി. സോ നമുക്ക് ഇവിടുന്ന് ഒരു ചെറിയ നല്ല ഷർട്ടെല്ലാം കിട്ടും നോക്കാം. അപ്പോൾ നമ്മൾ അവിടെ കയറി ഒരു പുള്ളിയുള്ള ഒരു ഡ്രസ്സ് എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. നേനു, നിന്റെ ദേഹത്ത് വണ്ടുകൾ വരാതെ നോക്കണം കേട്ടോ. ഓക്കെ. ഞാൻ ചോദിച്ചിട്ട് അവള് വേണ്ടെന്ന് പറഞ്ഞാണേ. ഞാനിവിടെ ഒരു ATM പൈസ എടുക്കാൻ കയറിയതാണ്. പക്ഷേ ഇത് ആൾക്കാരെന്ത് ATM കാർഡ് കൊണ്ടുവന്ന് കളയുന്ന ATM ആണെന്ന് അറിഞ്ഞൂടാ കേട്ടോ. ഞാൻ കാണിക്കാവേ.
ഒരു കാർഡ് രൂപേ കാർഡ്, രണ്ടാമത്തെ രൂപേ കാർഡ്, എൻ്റെ അവിടെ ഒന്ന് മൂന്നാമത്തെ രൂപേ കാർഡ്. ഇനിയിപ്പോൾ എവിടെ എവിടെയെങ്കിലും തപ്പിയാൽ വേറെ വല്ലതും കിട്ടുമെന്നൊന്നും അറിഞ്ഞൂടാ. ഞാൻ എൻ്റെ കാർഡ് എടുത്തുക്കണം നോക്കട്ടെ. യെസ്, അത് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് പോവാം. അപ്പോൾ നമ്മളെവിടെ കഴിഞ്ഞ് പോകുന്നത്? അപ്പോൾ ഇതാണ് നമ്മൾ കാണാമെന്ന് പറഞ്ഞു വന്ന സൂസൻ. ഓക്കെ, നമ്മൾ നേരെ വന്നിട്ട് അവരുടെ വീട്ടിൽ മൾബറി എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. നമ്മൾ ഫുള്ള് മൾബറീസ് ഉണ്ട്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ അങ്ങനെ അവിടെ കയറി ഫ്രണ്ടിനെ കണ്ടു, സന്തോഷമായിട്ട് ഇറങ്ങി. അത് സങ്കടമായിട്ട് ഇറങ്ങി. കുറെ നേരിന്റെ ഓർമ്മകളെ കൈവറിക്കാൻ തോന്നുന്നു. ഉണ്ടായോ? ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നേരെ എറണാകുളത്തേക്ക് പോകാം. ഒരു റൂം അവിടെ ബുക്ക് ആക്കിയിട്ടുണ്ട്. അവരെ വിളിച്ചൊന്ന് കൺഫേം ചെയ്യണം. ആൻഡ് വി വിൽ ഗോ ദേർ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ എറണാകുളത്തേക്ക് ബസ് കയറാനായിട്ട് ചങ്ങനാശ്ശേരി ബസ് സ്റ്റാൻഡിൽ, KSRTC ബസ് സ്റ്റാൻഡിലെത്തി. പക്ഷേ ഇനി ഇവിടുന്ന് സീൻ എന്താണെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ നമ്മൾ കോട്ടയത്തേക്ക് കയറേണ്ടി വരും. എറണാകുളത്തേക്ക് ഇവിടുന്ന് എപ്പോഴും ബസ്സില്ല. പിന്നെ നമ്മൾ വെള്ളം കുടിച്ച് കഴിഞ്ഞാണ്ടല്ലോ, ഇവിടെ എവിടെയും നമുക്ക് കൊണ്ടിടാനായിട്ട് ഒരു വേസ്റ്റ് ബിൻ എന്ന് പറഞ്ഞ സംഭവം, അയ്യോ ഒരു പട്ടി വരുന്നത് എവിടെയും കണ്ടില്ല. നാട്ടിൽ എവിടെയും അങ്ങനത്തെ ഒരു സംഭവം ഞാൻ കണ്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ കോട്ടയത്തോട് വിട പറയുന്നു. ബൈ ബൈ കോട്ടയം. ഫ്രണ്ട്സ്, നമ്മൾ തൃപ്പൂണിത്തറ സ്റ്റാൻഡിലെത്തി. നേരിനൊരു ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞു. അത് മാറ്റിയിടാൻ വേറെ ഇല്ലാത്ത കാരണം അപ്പോൾ നമുക്ക് ഇവിടെ കയറിയിട്ട് എന്തെങ്കിലും ഡ്രസ്സ് എടുക്കാം. കാഞ്ചി സിൽക്സ്. ആക്ച്വലി ഈ കട ഇവർ ലൈറ്റൊക്കെ ഓഫ് ആക്കിയിട്ട് അടച്ചു പോകാനുള്ള പരിപാടിയായിരുന്നു. പിന്നെ നമ്മൾ ജസ്റ്റ് പെട്ടെന്ന് എടുക്കാന്ന് പറയുമ്പോൾ തുറന്നു തന്നെയാണ്. അങ്ങനെ ഡ്രസ്സ് എടുത്തോണ്ട് നേനി ഇറങ്ങി വരുന്നുണ്ട്. ഹാപ്പി. അപ്പോൾ അങ്ങനെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള അടുത്ത ഡെസ്റ്റിനേഷനിലെത്തി. അപ്പോൾ നമ്മൾ റൂം എടുത്തേക്കുന്നത് കിങ്സ് ഫോർട്ട്. ഓക്കെ, ഇവിടെ ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഓക്കെ, റൂം ഇവിടെ എവിടെയുണ്ട്. ആൻഡ് ഈ ഏരിയസൊക്കെ ഓക്കെയാണ് കേട്ടോ. ഓക്കെ, ഇതാണ് റൂം. നമുക്ക് റൂം കയറി നോക്കാം ഇനിയിപ്പോൾ എന്താ അവസ്ഥ. അപ്പോൾ അതെ, ഇതാണ് ഇന്ന് നമ്മൾ കിടക്കാൻ പോകുന്ന സ്ഥലം. ആൻഡ് റൂം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ 5 ഒരു 2.5. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സോ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.